സൗന്ദര്യവതിയായ പരിശുദ്ധ അമ്മ അല്ലേ? അന്ന് മശിഹായെ പ്രസവിപ്പാൻ രാജകുമാരിമാർ രാജകൊട്ടാരത്തിൽ കാത്തിരുന്ന കാലത്ത് കേവലം ഒരു ബാലികയുടെ ഉദരത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം കണ്ട അമ്മയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അച്ഛൻ ഇവിടെ മുന്നമേ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്തായിരുന്നു പിതാവാം ദൈവം കണ്ട സൗന്ദര്യമെന്ന് ദൂതൻ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ദൂതൻ വന്നിട്ട് പറയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനമെന്ന്. ദൂതൻ ആരാണ്? യഥാർത്ഥത്തിൽ ദൂതൻ ആരാണ്? ദൂതന് ഇഷ്ടമുള്ള പേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റും കൊണ്ട് വരുന്ന പോസ്റ്റ്മാൻ ഇഷ്ടമുള്ള പേരിലാണോ നമ്മളെ വിളിക്കുന്നത്? പോസ്റ്റ്മാൻ ഓമന പേരിലാണോ നമ്മളെ വിളിക്കുന്നത്? പോസ്റ്റ്മാൻ്റെ കയ്യിൽ ഏത് എഴുത്താണോ ഉള്ളത് ആ എഴുത്തുള്ള ആളിൻ്റെ പേരാണ് വിളിക്കുന്നത് അല്ലേ? ആരാണ് അയച്ചത് ആ അയാൾ എഴുതിയ പേരാണ് ആര് വിളിക്കുന്നത്? പോസ്റ്റ്മാൻ വിളിക്കുന്നത്. അതുപോലെ സ്വർഗത്തിൻ്റെ പോസ്റ്റ്മാനായ ഗബ്രിയേൽ ദൂതൻ മറിയാമിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് കൃപ നിറഞ്ഞവളെ എന്ന അമ്മയെ വിളിച്ചെങ്കിൽ ആ വിളി ആരെഴുതിയ പേരായിരുന്നു? അത് ദൈവം, പിതാവാം ദൈവം എഴുതിയ പേരായിരുന്നു. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. പരിശുദ്ധ അമ്മ ദൂതനോട്, ദൂതൻ വീണ്ടും പറയാം, മറിയേ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യം എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യമോ ദൈവത്തിൻ്റെ കൃപയായിരുന്നു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആവശ്യം എന്താണ്? പരിശുദ്ധ അമ്മയെപ്പോലെ കൃപയുള്ള അമ്മമാരായി, കൃപയുള്ള അപ്പന്മാരായി, കൃപയുള്ള മക്കളായി ഒരു ഭവനത്തിൽ വസിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലും, നമ്മുടെ ആത്മീയ ജീവിതത്തിലും, നമ്മുടെ ഭൗതിക ജീവിതത്തിലും നമുക്ക് ഏറ്റവും ആവശ്യം. ഇന്ന് കൃപയാണ്. നമ്മുടെ സമ്പത്ത് നമ്മളെ രക്ഷിക്കില്ലെന്ന് നമുക്ക് മനസ്സിലായി, നമ്മുടെ പഠനങ്ങൾ നമ്മളെ രക്ഷിക്കില്ലെന്ന് മനസ്സിലായി, നമ്മുടെ ജോലി നമ്മളെ രക്ഷിക്കില്ലെന്ന് നമുക്ക് മനസ്സിലായി. എന്തുമാത്രമേ അവസാനമുള്ളൂ? എന്തുമാത്രമേ അവസാനമുള്ളൂ? കൃപയുള്ള അമ്മമാരെ കണ്ടിട്ടുണ്ടോ? കൃപയുള്ള അമ്മമാരെ നമുക്ക് പരിഹാസികളായിട്ട് തോന്നും, എപ്പോഴും പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെയുള്ളവരുടെ തലമുറ മാത്രമാണ് ഇന്ന് ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ദൂതനുമായുള്ള സംഭാഷണങ്ങൾ ഇങ്ങനെ നമുക്കെല്ലാം കാണാതെ അറിയാം. 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യമായപ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഇത് എങ്ങനെ സംഭവിക്കും? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചോദിക്കാറില്ലേ കർത്താവിനോട്, കർത്താവേ ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താണ് എൻ്റെ കാരണം? അല്ലെ ഇതിനൊരു അവസാനമില്ലേ? ഇതിനൊരു മാറ്റമില്ലേ? ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ദൂതാണ് ഇന്ന് പരിശുദ്ധ അമ്മ ഈ പെരുന്നാളിൽ നമ്മളോട് പറയുന്നത്. അന്ന് ഇത് എങ്ങനെ, എന്ത് എന്ന് ചോദിച്ച് എന്നോട് ദൂതൻ പറഞ്ഞു. എന്താണ്? 35-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ള അമ്മമാരെ, ഇന്നത്തെ ദിവസത്തെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശവും ഇത് മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം, അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം ദൈവീകമായി തീരുന്നത്. പലപ്പോഴും എൻ്റെ വീട്ടിലുള്ള പല കാര്യങ്ങളും മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് നമ്മളോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിൽ, രോഗങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ അതിജീവിക്കുവാൻ എന്തുമാത്രമേ ആവശ്യമുള്ളൂ? ദൈവത്തിൻ്റെ. ഇന്ന് നമുക്ക് ബാക്കിയെല്ലാം വേണം. കൃപയെക്കുറിച്ച് നമ്മൾ വലിയ ലോകത്തിൻ്റെതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ കൃപയെക്കുറിച്ച് അല്ലെങ്കിൽ കൃപ നേടണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്കത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും, വലിയ താല്പര്യമൊന്നും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ്. ഈ കൃപ നിറഞ്ഞതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? കൃപ നിറഞ്ഞ അമ്മയുടെ കൃപ നിറഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ഒന്നാമത്തെ ലക്ഷണം, പരിശുദ്ധ അമ്മ ദൂതൻ്റെ മുൻപിൽ എന്താ പറഞ്ഞേ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പറയാൻ എന്തെളുപ്പമല്ലേ? എന്നാൽ വീട്ടിൽ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്കിവിടുത്തെ ദാസിപ്പണിയാണോ? ഈ അപ്പൻ്റെയും മക്കളുടെ ഇടയ്ക്ക് എനിക്കിവിടെ, നിങ്ങളെന്തോ വിചാരിക്കുന്നത് എന്നെ ഇവിടെ ജോലി ചെയ്യാനായിട്ട്? ആ അപ്പൻ ചോദിക്കും, ഞാൻ എന്താ നീ പറയുന്നതനുസരിച്ച് എപ്പോഴും കടയിൽ പോകാൻ ഞാൻ നിൻ്റെ ജോലിക്കാരനാണോ? മക്കൾ ചോദിക്കും, മമ്മി ഞാൻ ഇപ്പോഴല്ലേ കടയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പോകാൻ നേരത്തെ ഒന്നിച്ച് പറയരുത്, ഞാൻ ഇവിടുത്തെ സെർവൻ്റാണോ? അല്ലേ? ഇത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന വാക്കേ പരിശുദ്ധ അമ്മയും പറഞ്ഞോളൂ. പരിശുദ്ധ അമ്മ ജൈജാൻറ്റിക് ആയിട്ടുള്ള വലിയ വലിയ വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാവാത്ത ഭാഷയൊന്നും പറഞ്ഞില്ല. പരിശുദ്ധ അമ്മ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. നമ്മൾക്ക് കൃപയുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ കൃപയുണ്ടാകണമെങ്കിൽ നമ്മൾ ഭവനത്തിൽ ആരാകണം?
ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. അതെവിടെയാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മളുടെ വാക്കുകൾ എവിടെ റിപ്പീറ്റ് ചെയ്യുന്നു? നസ്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാം. 33 വർഷങ്ങൾക്ക് ശേഷം ഗത്സമേനയിൽ ഇരുന്നു കൊണ്ട് മറിയാമിൻ്റെ പുത്രനായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ പറയാണ്, ഇതാ ഞാൻ പിതാവേ, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. വീണ്ടും പരിശുദ്ധ അമ്മ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്ത് അമ്മ ഗർഭവതിയാണെന്നറിഞ്ഞ് ഏകദേശം ഒരു 172 കിലോമീറ്ററോളം കാൽനടയായിട്ട് യഹൂദ മലനാട്ടിലേക്ക് നടന്നു പോകുകയാണ്. ആ വേദപുസ്തകത്തിൽ ആ വാക്യം പറയുന്നത് എന്താണ്? ബന്ധപ്പെട്ട് ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. ബന്ധപ്പെട്ട്. നമുക്ക് അടുത്ത ഇഷ്ടമില്ലാത്ത വീട്ടിലെ വാക്കാണ് എന്ത്? നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചൊക്കെ വെക്കാം, പക്ഷേ ഒത്തിരി ബന്ധപ്പാടൊന്നും. വീണ്ടും പരിശുദ്ധ അമ്മ പറയാം, ഞാൻ നിങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ചില ബന്ധപ്പാടാണ് ജീവിതം. ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന തലകുനിക്കുന്ന. പിന്നെ എനിക്കാണോ ഇവിടെ ആവുന്നത്? നമ്മളെപ്പോഴും വീട്ടിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, പിന്നെ എനിക്കാണോ ഇവിടെ? ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഗർഭവതിയായ എലിസബത്ത് അമ്മയെ ശുശ്രൂഷിക്കാൻ ഗർഭവതിയായ മറിയാമാണ് ചെന്നിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീണം ആർക്കാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കൊച്ചു പിള്ളേർക്കാണ്. എന്നാൽ പരിശുദ്ധ അമ്മ ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. അതെവിടെയാണ് ആവർത്തിക്കപ്പെടുന്നത്? 33 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ മറിയാമിൻ്റെ പുത്രൻ എഴുന്നേറ്റ് അരയിൽ കച്ച കെട്ടിയിട്ട് താന്നിരുന്ന് അവരുടെ കാല് ചുംബിച്ചിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാലുകൾക്ക് ശുശ്രൂഷ ചെയ്തു, അല്ലേ? എന്നിട്ടൊരു വാക്കൂടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു. ഞാൻ നിങ്ങളുടെ ഇടയിൽ കൃപ നിറഞ്ഞവരുടെ രണ്ടാമത്തെ യോഗ്യതയാണ് ശുശ്രൂഷ മനോഭാവം. ഒന്നാമത്തെ യോഗ്യത എന്താണ്? ഞാൻ ദാസിയാണെന്ന് പറഞ്ഞ് താഴാനുള്ള മനോഭാവം. 2, ശുശ്രൂഷ ചെയ്യാനുള്ള മനോഭാവം. ഈ ശുശ്രൂഷ മനോഭാവം ഭവനത്തിലുണ്ടെങ്കിൽ പരസ്പരം ശുശ്രൂഷ ചെയ്യുന്ന ഭർത്താവ്, പരസ്പരം ശുശ്രൂഷ ചെയ്യാൻ തയ്യാറുള്ള ഭാര്യ, പരസ്പരം ശുശ്രൂഷ ചെയ്യാൻ വിട്ടുകൊടുക്കുന്ന മക്കൾ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഭവനവും എങ്ങനത്തെ ഭവനമാണെന്ന് പറയാം? നസ്രത്തിലെ ഭവനം പോലെയാണെന്നറിയാം. വീണ്ടും നമുക്ക് കാണാം, എലിസബത്ത് അമ്മയെ കണ്ടുമുട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കെല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കാണാതറിയാം. എലിസബത്ത് അമ്മയെ കണ്ടുമുട്ടിയപ്പോൾ എലിസബത്ത് അമ്മയുടെ ഉദരത്തിലുള്ള പ്രജ മറിയാമിൻ്റെ വന്ദനം കേട്ടപ്പോൾ തുള്ളി. കാരണം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ മറിയാമിനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മ പ്രേരിതനായ യോഹന്നാൻ തുള്ളിച്ചാടുകയാണ് ചെയ്തത്. അത് വീണ്ടും നമുക്ക് കാണാം. തൻ്റെ പുത്രനായ യേശുതമ്പുരാൻ പരസ്യ ശുശ്രൂഷ സമയത്ത് നടന്ന് നീങ്ങിയ നേരത്തത്രയും അവനെ കണ്ട അന്ധന്മാർ കണ്ണു കാണുന്നവരായി, അവനെ കണ്ട അവൻ കണ്ട ചെകിടന്മാർ കേൾവിയുള്ളവരായി, അവനെ കണ്ട കുഷ്ഠരോഗികൾ സൗഖ്യപ്പെട്ടു, അവനെ കണ്ട പാപികൾ മാനസാന്തരപ്പെട്ടു, അവനെ കണ്ട പിശാചുകൾ വിട്ടു ഓടിപ്പോയി. മറിയാമിനെ കണ്ട എലിസബത്ത് അമ്മയിലെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചതുപോലെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മ പ്രേരിതമായ വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന അപരൻ്റെ ഉള്ളിൽ നിന്നും എന്ത് പുറത്തേക്ക് വരും? ഈ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് വരും. ഇതൊക്കെയാണ് കൃപ നിറഞ്ഞവളെ എന്ന് മറിയാമിനെ വിളിപ്പാൻ സ്വർഗം കണ്ട യോഗ്യതകൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ കർത്താവിൻ്റെ ദാസൻ്റെ 4 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ശണ്ട കൂടാത്തവനാണ്. 2, അവൻ എടുത്തുചാട്ടക്കാരനായിരിക്കില്ല. 3, അവൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കും. 4, സകലത്തിലും ശാന്തനായിരിക്കും. പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൽ ഈ നോമ്പും നോറ്റ് ഉപവസിച്ചിരിക്കുന്ന നമുക്ക് ഇതിൽ ആദ്യത്തെ യോഗ്യതയെങ്കിലും, ഇതാ ഞാൻ ദാസി എന്ന് കുടുംബത്തിലൊന്ന് താഴാൻ, സമൂഹത്തിലൊന്ന് താഴാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, വഴക്കിടാതിരിക്കാൻ, കടിച്ചമർത്താൻ സാധിച്ചിരിക്കുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അച്ഛൻ ഓർമ്മിപ്പിച്ചു പരിശുദ്ധ അമ്മ സൗന്ദര്യവതിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ പറയും ഭൂമി കണ്ടതിൽ ഏറ്റവും സാമർഥ്യക്കാരിയാണ് പരിശുദ്ധ അമ്മ എന്ന്. എന്താ സാമർഥ്യം എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താ സാമർഥ്യം? സദൃശവാക്യത്തെ പുസ്തകം അവസാന അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ, സാമർഥ്യമുള്ള ഭാര്യയെ
ആർക്കാണ് കിട്ടുക? കാരണം അവളുടെ ഭർത്താവ് അവളെ പ്രശംസിക്കുകയും അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുകയും ചെയ്തു എന്ന്. ഭൂമിയിലെ സകല വംശവും ഭാഗ്യവതി എന്ന് മറിയാമിനെ പ്രകീർത്തിക്കുന്നുവെങ്കിൽ സദൃശ്യവാക്യക്കാരൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയാണ്, ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും സാമർത്ഥ്യക്കാരി ആരാണ്? പരിശുദ്ധ അമ്മയാണ്. എവിടെയാണ് പരിശുദ്ധ അമ്മയുടെ സാമർത്ഥ്യം നാം കണ്ടത്? എവിടെയാണ് പരിശുദ്ധ അമ്മയുടെ സാമർത്ഥ്യം കണ്ടത്? യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് കന്യകയായവൾ ഗർഭം ധരിച്ചാൽ പാളയത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലും അല്ലേ? എന്നിരുന്നാലും എന്നെ കൊന്നാലും എൻ്റെ ദൈവം കുഴിയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് സാമർത്ഥ്യത്തോടെ തീരുമാനങ്ങളെ ദൈവഹിതത്തിനു വേണ്ടി തന്നെ സാമർത്ഥ്യത്തോടെ നിലനിർത്തിയ പരിശുദ്ധ അമ്മ ഒരു സാമർത്ഥ്യക്കാരി അല്ലേ? അല്ലേ? ആദ്യം പരിശുദ്ധ അമ്മ സാമർത്ഥ്യക്കാരി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. 2, വീണ്ടും നമുക്ക് കാണാം, ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങളൊന്നും പോരാ ഇല്ല എന്നല്ലേ നമ്മൾ എപ്പോഴും പറയുന്നത്. സത്രങ്ങൾ അന്വേഷിച്ച പാവം യൗസേപ്പ് നടന്നിട്ട് ഒടുവിൽ എന്തേ കിട്ടിയുള്ളൂ? കാലിത്തൊഴുത്ത് കിട്ടിയപ്പോൾ അച്ചായ ഇത് മതി എന്ന് പറഞ്ഞ് മൗനാനുവാദം കൊടുത്ത അമ്മ ആയിരിക്കുന്ന അവസ്ഥയിൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ സാമർത്ഥ്യക്കാരിയായ ഭാര്യയായില്ലേ? ഒന്നാമത് ദൈവത്തിൻ്റെ ഹിതമറിയുന്ന സാമർത്ഥ്യമുള്ള മകളായി. രണ്ടാമത് നമുക്ക് കാണാം, തൻ്റെ ഭർത്താവിൻ്റെ പരിമിതികളിൽ, തൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളിലെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അക്കോമഡേറ്റ് ചെയ്യാൻ കഴിവുള്ള പരിശുദ്ധ അമ്മ സാമർത്ഥ്യമുള്ള ഭാര്യയായി കാട്ടിത്തന്നില്ലേ? 3, നമുക്കറിയാം, കുരിശിൻ്റെ ചുവട്ടിൽ നമ്മുടെ കുഞ്ഞൊന്ന് വീണ് കാലിൻ്റെ മുട്ടൊന്ന് പൊട്ടിയാൽ നമ്മുടെ നെഞ്ച് പൊട്ടുമല്ലേ? കുരിശിൽ കിടന്ന് തൻ്റെ പുത്രൻ പിടയുമ്പോഴും പിതാവാം ദൈവത്തിന് കൊടുത്ത വാഗ്ദത്വത്തെ നിറവേറ്റുവാൻ വേണ്ടി പുത്രനെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധ അമ്മ സാമർഥ്യമുള്ള സ്ത്രീയല്ലേ? കുടുംബജീവിതത്തിൽ ദൈവഹിതത്തെ മനസ്സിലാക്കുന്ന സാമർഥ്യമായിരിക്കണം ഓരോ സ്ത്രീയുടെയും അലങ്കാരം. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ പത്രമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കണം. പരിശുദ്ധ അമ്മ സ്വർഗത്തിലെ പത്രമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. പ്രിയ അമ്മമാരെ, നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൻ്റെ പത്രമായിരിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? എഫേസ്യ ലേഖനം 6-ാം അധ്യായം 15-16 വാക്യം അത് നമുക്ക് കാണാതെ അറിയാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ കാലം ദുഷ്കാലമാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ദുഷ്കാലമാണെന്ന് നമുക്കറിയാം. ഒരു വശത്ത് കോവിഡ്, മറ്റൊരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധി, മറ്റൊരു വശത്ത് വിദേശത്തുള്ള മക്കളെയൊക്കെ കാണാൻ കൊതിയായി, മറ്റൊരു വശത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾ നശിച്ചു പോകുകയാണ്. അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ കാലം എന്ത് തന്നെയാണ്? ഇത് നിങ്ങളെല്ലാം വീട്ടിൽ ഇരുന്ന് മറുപടി പറയാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ഇത് ദുഷ്കാലമാണ്. അതിനെന്തു ചെയ്യണമെന്നാണ് 15-ാം വാക്യം പറയുന്നത്. 15-ാം വാക്യം പറയാണ്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കണം. കാരണം ഈ കാലത്തിൻ്റെ പ്രത്യേകത യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ കാണുന്നൊരു കാലമാണ് ഈ കാലം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വിശാല സ്ഥലത്തു നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മളുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ പിമ്പിലെ അരിപ്പിടി പോലെയും വീഴും. ആരും അവയെ കൂട്ടിച്ചേർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ശരിയല്ലേ? ഈ കാലഘട്ടം അതുതന്നെയല്ലേ? വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളും പ്രായവ്യത്യാസമില്ലാതെ മരണത്തിൻ്റെ ദൂതൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കുകയാണ്. ശവങ്ങൾ അട്ടിക്കട്ടിക്കിട്ടിരിക്കുന്നത് 1-2 വർഷങ്ങളായിട്ട് കാണുകയാണ്. അവയെ രക്ഷിക്കാനോ തൊടാനോ പോകാൻ നമ്മളിൽ ആർക്കും ധൈര്യമില്ലാത്ത കാലം. അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് 23-ാം വാക്യം പറയുന്നുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ
ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ എന്ന് നമ്മളോടാണ് പറയുന്നത്. നീ ജ്ഞാനിയാണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിന്റെ ജ്ഞാനത്തിൽ നീ പ്രശംസിക്കരുത്. നീ ധനവാനാണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിന്റെ ധനത്തിൽ നീ പ്രശംസിക്കരുത്. നീ ബലവാനാണെന്ന് നിനക്കൊരു ചിന്തയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം നമ്മൾ പറയും, കർത്താവേ ഞാൻ പാവമാണ്, ഞാൻ പുഴുവാണ്. എന്നാൽ ഹൃദയത്തിൽ എന്തിൻ്റെയെങ്കിലും പ്രശംസ എനിക്കുണ്ടെങ്കിൽ ഇതിലൊന്നും പ്രശംസിക്കരുത്. പ്രശംസ എന്തിൽ മാത്രമേ ഉള്ളൂ? യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും നടത്തുന്നത് കൊണ്ടാണ് നീയും ഞാനും ജീവിച്ചിരിക്കുന്നത് എന്ന്, നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുവിൻ. അതുകൊണ്ട് നാം അമ്മമാര് എന്തു ചെയ്യണമെന്ന് വീണ്ടും 9-ാം അധ്യായം 18-ാം വാക്യം പറയുന്നുണ്ട്. സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവീൻ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളകളിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. നമ്മളെപ്പോഴും വീട്ടിൽ പറയുന്ന കാര്യമാണ്, ഈ കരയാൻ മാത്രമാണ് എൻ്റെ പുറത്തിറങ്ങുമ്പോഴൊക്കെ നമുക്ക് നല്ല ചിരിയൊക്കെയാണ്. വീട്ടിലോട്ട് കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലേ, ശരിക്കും അമ്മമാർ കടിച്ചമർത്തുന്നത് കൊണ്ടാണ് പലതും പുറത്ത് അറിയാത്തത്. വേദപുസ്തകം എന്താ പറയുന്നതെന്നറിയോ? സാമർഥ്യമുള്ള സ്ത്രീക്ക് അത് സാധിക്കുള്ളൂ, അല്ലാത്തവർ കിടന്ന് അലക്കത്തേ ഉള്ളൂ. നാട്ടുകാരറിഞ്ഞ് ഇവിടെ എന്തു പറയാ? സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ച് വരുത്തുവീൻ, അവർ കരയട്ടെ. ഈ ലോകത്തിനു വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവീൻ. വീണ്ടും 20-ാം വാക്യം പറയുക, എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പീൻ, നിങ്ങളുടെ ചെവി അവൻ്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തരെയും തൻ്റെ കൂട്ടുകാരെത്തിയ പ്രലാപവും അഭ്യസിപ്പീനെന്ന്. എന്നാൽ സ്ത്രീകളെ ദൈവത്തിൻ്റെ വചനം കേൾപ്പീൻ. നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദിവസം പറയുന്ന 2 കാര്യമാണ്. 1, ദൈവത്തിൻ്റെ വചനം കേൾപ്പീൻ. 2, കരയുവിൻ. നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകാരെയും ദൈവസന്നിധിയിൽ കരയാൻ കാട്ടിക്കൊടുത്ത് പഠിപ്പിപ്പീൻ. പുതിയ തലമുറയെ കരയുവാൻ പഠിപ്പിപ്പീൻ. 1, ദൈവസന്നിധിയിൽ വചനം കേൾപ്പീൻ. പരിശുദ്ധ അമ്മയും തൻ്റെ സഹോദരന്മാരും കാണാൻ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ യേശുതമ്പുരാൻ പറയുന്നുണ്ട്, ആരാകുന്നു എൻ്റെ അമ്മയും? ആരാകുന്നു? കൂടെ തന്നെ യേശുതമ്പുരാൻ ഞാൻ ഉത്തരവും പറയുന്നുണ്ട്. ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും. ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. കർത്താവ് തന്നെ കർത്താവിൻ്റെ വാഗൊണ്ട് പറയുകയാണ്, വചനമാം ദൈവത്തെ സ്വീകരിക്കുന്നതിനേക്കാൾ വലിയൊരു അനുസരണം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ടോ? വചനമാം ദൈവത്തെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുക. നമ്മളോടും കർത്താവ് പറയുന്നത് വചനപ്രകാരം ജീവിക്കുക. വചനം കേൾക്കാനല്ല, വചനം കാണാതെ പഠിച്ചിട്ട് എഴുതിയെടുക്കാനല്ല, വചനപ്രകാരം നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും എന്തായി മാറുന്നത്? ദൈവ സ്വഭാവമുള്ളവരായി മാറുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ എന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ്. വചനം അനുസരിച്ച് ജീവിക്കണം. വചനം കേൾക്കാനല്ല. പരിശുദ്ധ അമ്മയെപ്പോലെ ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിച്ചു, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ പത്രമായിരുന്നു. എന്താ പത്രത്തിൻ്റെ പ്രത്യേകത? പത്രത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ രാവിലെ പക്ഷെ നമ്മുടെ വീട്ടിൽ ഏറ്റവും അവസാനം നമുക്കാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് വലിയ ഇഷ്ടമാണ്. എന്താ? ആ പത്രം ഒന്ന് എല്ലാ ദിവസവും രാവിലെ ലഭിക്കുന്നതാണ്. എന്ത്? എന്നും സുതാര്യമായി ലഭിക്കുന്നതാണ്. പത്രത്തെക്കുറിച്ച്, പത്രധർമ്മത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? നേരോടെ, നിർഭയം, നിരന്തരം, അല്ലേ? നേരായ കാര്യങ്ങളെ ജനത്തെ അറിയിക്കുക എന്നതാണ് എന്തിൻ്റെ ധർമ്മം? എന്തിൻ്റെ ധർമ്മം? പത്രത്തിൻ്റെ ധർമ്മം. ലോക കാര്യങ്ങളെയൊക്കെ അറിയിക്കുക, അല്ലേ? രാജ്യത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ അറിയിക്കുക എന്നാണ് എന്തിൻ്റെ ധർമ്മം? പത്രത്തിൻ്റെ ധർമ്മം. പരിശുദ്ധ അമ്മ എവിടുത്തെ പത്രമായിരുന്നു? സ്വർഗത്തിലെ പത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. പരിശുദ്ധ അമ്മ സ്വർഗത്തിലെ പത്രമാണെങ്കിൽ നമ്മളും ആര് തന്നെയാണെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? നിങ്ങളും ദൈവത്തിൻ്റെ പത്രമാണ്, നമ്മളും ദൈവത്തിൻ്റെ പത്രമാണ്. 3-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിൻ്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ,
അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകകളിലെല്ലാം ഹൃദയമെന്ന മാംസ പലകകളിൽ തന്നെ. പരിശുദ്ധ അമ്മയുടെ ഈ പെരുന്നാളിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ സ്വർഗത്തിൻ്റെ പത്രമായി, സ്വർഗത്തിൻ്റെ പുത്രനായിരിക്കുന്ന വചനമം ദൈവത്തെ സ്വീകരിച്ച് ഈ ഭൂമിയിൽ കൊടുത്തതുപോലെ അമ്മമാരായ നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പത്രമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ വായിക്കപ്പെടണം. എന്നാൽ ഇന്നത്തെ പത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ ആദ്യം പറഞ്ഞത് പത്രത്തിൻ്റെ ധർമ്മമാണ്. ഇന്നത്തെ പത്രത്തിൻ്റെ പ്രത്യേകത എന്താ? കൊച്ചുനാളിലൊക്കെ ഞങ്ങളെ കൈയക്ഷരം ശരിയാവാൻ വേണ്ടി എൻ്റെ അപ്പൻ നിർബന്ധമായിട്ട് പത്രം എഴുതിപ്പിക്കുമായിരുന്നു. വളർന്നു വന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെയും കൊണ്ട് പത്രം എഴുതിക്കുന്നുണ്ടോ? ഞാൻ അന്നേരം ഓർത്തു, ഞാനേ വലിയ ബുദ്ധിമുട്ടിയാ അന്ന് പത്രം എഴുതിയത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പത്രം എഴുതിക്കണ്ട കേട്ടോ. എനിക്കല്പം അസൂയയും കൂടെ വന്നു. ഞാൻ എഴുതിയതല്ലേ, എൻ്റെ മക്കളും കൂടെ അങ്ങ് എഴുതട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ അപ്പൻ എന്നോട് വളരെ സ്വകാര്യമായിട്ട് പറഞ്ഞു, മോനെ, അന്നത്തെ പത്രമല്ല ഇന്നത്തെ പത്രം. കുഞ്ഞ് ആവർത്തിച്ച് വൃത്തികേടുകൾ തന്നെ എഴുതി പഠിക്കും. അതുകൊണ്ട് അവനെ എന്ത് ചെയ്താൽ മതി? വേദപുസ്തകം തുറന്നു വെച്ച് ഇനി സങ്കീർത്തനം എഴുതിയാൽ മതി എന്ന്. അങ്ങനെ സങ്കീർത്തനങ്ങൾ കൊച്ചുനാൾ തൊട്ട് അവർ കാണാതെ പഠിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നിരുന്നാൽ ഇന്നത്തെ പത്രത്തിൻ്റെ ധർമ്മം എന്താണ്? ഏറ്റവും കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്ന എന്തിലാ? തുറക്കുമ്പോൾ തന്നെ കുത്തിയതും കൊന്നതും പൊട്ടിത്തെറിച്ചതും അല്ലേ? പിന്നെ പീഡനങ്ങളും വലിയ പരമ്പരകൾ. ഇതൊന്നും പോരാഞ്ഞെങ്കിൽ ബൈക്കിൻ്റെ പരസ്യം, മൊബൈലിൻ്റെ പരസ്യം, കാറിൻ്റെ പരസ്യം, പരസ്യങ്ങളല്ലാതെ മറ്റൊന്നും. ഇന്നത്തെ കുടുംബ ബന്ധങ്ങളും ഏകദേശമൊക്കെ ദൈവത്തിൻ്റെ പത്രമാണ്, ക്രിസ്തീയ കുടുംബ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അകമേ മുഴുവൻ പൊട്ടലും ചീറ്റലും വേദനകളും, പുറമേയോ ഈ പരസ്യ പ്രചാരണങ്ങൾ പോലെയുള്ള കുറച്ച് പരസ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലുള്ള 2 പത്രങ്ങളും മൂന്നാമതൊരു പത്രത്തെയും കൂടെ നമുക്കിന്ന് നോക്കാം. 2 പത്രങ്ങൾ ഞാനിവിടെ 2 പത്രങ്ങൾ. ഒന്ന്, പഴയ നിയമത്തിൻ്റെ ആരംഭം തന്നെ ആ പത്രമാണ്. പഴയ നിയമം പിടിച്ചു നിൽക്കുന്നത് ആ പത്രത്തിലാണ്. രണ്ടാമത്തെ പത്രം പുതിയ നിയമത്തിൻ്റെ ആരംഭം ആ പത്രത്തിലാണ്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഒന്നാമത്തെ പത്രത്തിൻ്റെ പേരാണ് ഏദൻ. ഒന്നാമത്തെ പത്രത്തിൻ്റെ പേരാണ് ഏദൻ. ഏദൻ പറുദീസ എന്ന് പറയുന്ന പത്രം ഇല്ലേ? നമ്മുടെ നാട്ടിൽ അവൈലബിളായ മറ്റു പത്രങ്ങൾ പോലെ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പത്രമാണ് ഏത്? ഏദൻ. ഏദൻ എന്ന പത്രം. രണ്ടാമത്തെ പത്രമാണ് നസ്രത്ത് എന്ന പത്രം. മൂന്നാമത്തെ പത്രം നമ്മൾ ഓരോരുത്തരെയും അവരവരുടെ വീട്ടുപേര് ഓർത്താൽ മതി കേട്ടോ. മൂന്നാമത്തെ പത്രം നമ്മൾ ഓരോരുത്തരുമാണ്. ഈ 2 പത്രം ഞാൻ പറയുമ്പോൾ ഈ മൂന്നാമത്തെ പത്രം ആയ നമ്മുടെ ഭവനം ഈ ആദ്യത്തെ 2 പത്രങ്ങളിൽ ഏത് പത്രവുമായിട്ടാണ് സാമ്യമുള്ളത് എന്നൊന്ന് ചിന്തിക്കുക. ഒന്നാമത്തെ പത്രമായ ഏദൻ. ഏദനിൽ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ കൊടുത്ത് അവന് വേണ്ടതെല്ലാം കൊടുത്ത് ഓരോ ദിവസവും വൈകുന്നേരം പിതാവാം ദൈവം ആദാം ആദാം എന്ന് പേര് ചൊല്ലി വിളിച്ച് കൂടെ ഇരുന്ന് കൊഞ്ചിച്ച് അവന് വേണ്ടതെല്ലാം കൊടുത്തു. എല്ലാം കൊടുത്തിട്ട് ഒരു കാര്യം മാത്രം അനുസരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആദാം എന്തു ചെയ്തു? ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാട്ടി. 2, ആ അനുസരണക്കേട് മറച്ചു വെക്കാൻ ആര് ശ്രമിച്ചു? ആദാം ശ്രമിച്ചു. 3, അവർ സ്വയം നീതീകരിച്ചു. 4, അവർ ജീവിത പങ്കാളിയെ പഴിചാരി. 5, അവൻ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. 1, ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാട്ടി, ദൈവസന്നിധിയിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു, ദൈവസന്നിധിയിൽ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു, ദൈവസന്നിധിയിൽ സ്വയം നീതീകരിച്ചു, ദൈവസന്നിധിയിൽ പങ്കാളിയെ പഴിചാരി. നസ്രത്തിലെ പത്രത്തിലേക്ക് പോകാം. നസ്രത്തിലെ പത്രം ദൈവസന്നിധിയിൽ പൂർണ്ണ അനുസരണമുള്ളവരായിരുന്നു അല്ലേ? മറിയാം, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ഈ ദൂതനോട് ഹൂ ആർ യു, എന്തിനു വന്നു എന്ന് മറിയാം ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഒരിക്കലും മറിയാം ചോദിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഈ ശബ്ദം മറിയാമിന് പരിചയമുള്ളതായിരുന്നു. ഇതേ ദൂതൻ യൗസേപ്പിൻ്റെ അടുക്കൽ ചെന്നിട്ട്, യൗസേപ്പ്, നീ ശങ്കിക്കേണ്ട, നീ ഭാര്യയാകാൻ കരുതിയിരിക്കുന്ന പെൺകുട്ടി പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞു. നോർമൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആരാണെങ്കിലും എഴുന്നേറ്റ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടേനെ. യൗസേപ്പ് ദൈവസന്നിധിയിൽ ശങ്കിച്ചില്ല. കാരണം ദൈവവുമായൊരു ബന്ധം ആർക്കുണ്ടായിരുന്നു?
യൗസേപ്പിനുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ നസ്രത്തിലെ പത്രത്തിൻ്റെ അപ്പനും അമ്മയും അനുസരണമുള്ളവരായിരുന്നു. 2, ഇത് ദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധ്യം ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. 3, ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്ന്ന് അവരവരെ തന്നെ സമർപ്പിക്കുവാൻ അവർ തയ്യാറായി. എങ്ങനെ? പങ്കാളിയെ പരസ്പരം ചേർത്ത് നിർത്തിക്കൊണ്ട്. ഒരിടത്ത് പങ്കാളിയെ മാറ്റി നിർത്തി പഴി ചാരിയപ്പോൾ ഒരിടത്ത് പങ്കാളിയെ കല്ലെറിഞ്ഞു കൊല്ലാതെ ഇരുപ്പാൻ തക്കവണ്ണം ചേർത്ത് നിർത്താൻ ആർക്ക് സാധിച്ചു? നസ്രത്തിലെ കുടുംബമാകുന്ന പത്രത്തിന് സാധിച്ചു. ഇതിൽ ഏത് കുടുംബവുമായിട്ടാണ് എൻ്റെ കുടുംബത്തിന് സാമ്യമെന്ന് നമ്മളോട് തന്നെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്കെപ്പോഴും പരാതിയാണ്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ സ്നേഹമില്ല, മത്സരബുദ്ധിയാണ്, ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇറങ്ങിപ്പോകും അല്ലേ? ഇനി നമുക്ക് വീണ്ടും ആദ്യത്തെ പത്രത്തിലേക്ക് ചെല്ലാം. ആദ്യത്തെ പത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന ആദാമിൻ്റെയും ഹവ്വായുടെയും പുത്രനായ കയീൻ എന്തു ചെയ്തു? ഇതു തന്നെ ആവർത്തിച്ചു. എന്തെല്ലാം അപ്പനും അമ്മയും പറുദീസയിൽ കാട്ടിയോ അത് തന്നെ ആര് റിപ്പീറ്റ് ചെയ്തു? കയീൻ റിപ്പീറ്റ് ചെയ്തു. ദൈവസന്നിധിയിൽ തനിക്ക് നല്ലതുണ്ടായിട്ടും ദൈവത്തിന് നല്ലത് കൊടുക്കാതെ കയീനെ കുറിച്ച് പറയുന്ന എന്താണ്? കയീനിലും കയീൻ്റെ ബലിയിൽ മാത്രമല്ല, കയീൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ്. കാരണം എന്താണ്? ചീത്തത് ദൈവത്തിന് കൊടുക്കത്തക്കവണ്ണം അനുസരണക്കേട് കാട്ടി. എന്നിട്ട് ദൈവം കടന്നു വരുന്ന സമയത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഒളിക്കാൻ ശ്രമിച്ചു. ദൈവസന്നിധിയിൽ തനിക്കറിയാവുന്ന ഒരു സത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചു. വീണ്ടും ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് ചോദിച്ച് സഹോദരനെ പഴിചാരി. 5, അവനെ തന്നെ സ്വയം നീതീകരിച്ചു. ഇത് രണ്ടും ഏദനിൽ അവൻ്റെ മാതാപിതാക്കൾ ചെയ്ത്, ഇത് 5ഉം ഈ 2 മാതാപിതാക്കൾ ചെയ്തതല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു, മറച്ചു വെച്ചു, അനുസരണക്കേട് കാട്ടി, സഹോദരനെ പഴിചാരി, സ്വയം നീതീകരിച്ചു. നമ്മുടെ തലമുറയിലും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവേ, എൻ്റെ ഭവനത്തിൽ അറിഞ്ഞോ അറിയാതോ എപ്പോഴൊക്കെയോ ഞാനെന്ന അമ്മയും ഞങ്ങളെന്ന കുടുംബവും പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ പത്രം ഏദനിലെ പത്രമായി തീരും. എന്നാൽ നസ്രത്തിലെ പത്രത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ദൈവത്തെ അനുസരിക്കുന്ന ഒരു പുത്രനെ അവിടുന്ന് കിട്ടി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ പിതാവാം ദൈവം ആവശ്യപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം ഇറങ്ങി വന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ചു. മാത്രമല്ല, ലോകത്തെ രക്ഷിപ്പാൻ വേണ്ടി കാൽവരിയിൽ മരിപ്പാൻ വരെ തയ്യാറായ അപ്പനും അമ്മയുടെയും വാക്കനുസരിച്ച് മരിക്കാൻ തയ്യാറായ മക്കളെ ഇന്നും നല്ല നല്ല വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓരോരുത്തരുടെയൊക്കെ മക്കളെ കാണുമ്പോൾ നമ്മൾ പറയും പുണ്യം ചെയ്ത മാതാപിതാക്കളാണ് അല്ലേ, പുണ്യം ചെയ്ത കാരണവന്മാരാണ്. ഇപ്രകാരം അനുസരിക്കുന്ന ഒരു പുത്രനെ നമുക്ക് നസ്രത്തിൽ കാണാം. താഴുന്നൊരു പുത്രനെ കാണാം, ശുശ്രൂഷ ചെയ്യുന്നൊരു പുത്രനെ കാണാം, അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ച പുത്രനെ കാണാം. ബാല്യം മുതൽക്ക് തന്നെ വേദ ഉപദേശങ്ങൾ കൊടുത്തു വളർത്തിയ ഒരു പുത്രനെ യെരൂശലേം ദേവാലയത്തിൽ കാണാം. 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പുത്രൻ, 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ബാലൻ ന്യായശാസ്ത്രിമാരുടെ സഭയിലിരുന്ന് ന്യായപ്രമാണത്തെക്കുറിച്ച് തർക്കിക്കുകയാണ്. എവിടെ നിന്ന് ആയിരുന്നു ഈ ജ്ഞാനം? ഈ മാതാപിതാക്കളിൽ നിന്നാണ്, ഈ അമ്മയുടെ മടിയിൽ നിന്നാണ് ആ ജ്ഞാനം കിട്ടിയത്. അങ്ങനെയെങ്കിൽ നല്ല ക്രിസ്തീയ ബോധ്യങ്ങളെ, ക്രിസ്തീയ ദൗത്യങ്ങളെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ, മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മളെ തന്നെ തിരിച്ചു വിളിക്കണം. എന്നിട്ട് ഈ തലമുറയുടെ മുൻപിൽ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ഞാൻ ആയിത്തീരുവാൻ ക്രിസ്തുവിൻ്റെ പത്രമായി തീരണം. കാരണം ഇവിടെ പറയുകയാണ്, മഷി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മഷി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും നേടിയെടുക്കുന്നത്. കൽപ്പലകകളിലല്ല, മാംസപലകങ്ങളിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഈ കാലഘട്ടത്തിൽ മറിയാമാകണം. ദൈവജനത്തിന് 800 വർഷക്കാലം സ്വർഗവും ഭൂമിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാഞ്ഞപ്പോൾ ആ ദുഷ്കാലത്തിൽ മറിയാം സമയം തക്കത്തിൽ ഉപയോഗിച്ചു. മശിഹായെ നോക്കി എല്ലാവരും ഇരുന്നപ്പോൾ മശിഹായെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ സ്വീകരിച്ച് തലമുറയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഈ സമയം തക്കവണ്ണം ഉപയോഗിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഇസ് എ ടൈം ടു റിന്യൂവൽ.
റിന്യൂ ചെയ്യണം. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് റിന്യൂ ചെയ്യണമേ, ഒന്ന് പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് കൊണ്ട് എൻ്റെ ഭവനത്തെ ഒന്ന് പുതുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. വീണ്ടും ഇറ്റ്സ് എ ടൈം ടു റീവാലുവേറ്റ്. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എൻ്റെ കുടുംബത്തെ കർത്താവെ ഒന്ന് ശോധന ചെയ്യുവാൻ, സന്ധ്യയിലും പ്രഭാതത്തിലും കണ്ണുനീരോടുകൂടി എൻ്റെ കുടുംബത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഇറ്റ്സ് എ ടൈം ടു റിപ്പൻറ്റ്. നമുക്ക് തന്നെ ഒരു അനുതാപം ആവശ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ എവിടെയൊക്കെയോ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അനുതാപം ആവശ്യമാണ്. നമ്മുടെ ഭവനത്തിൽ നമ്മൾ പലപ്പോഴും മതിലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടല്ലേ. എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ അങ്ങനെയാണ്, എൻ്റെ മരുമക്കൾ ഇങ്ങനെയാണ്. അങ്ങനെയൊന്നുമല്ല. ദൈവം എനിക്ക് തന്ന സകലത്തെയും, ഏത് കയ്പുനീരിനെയും സ്വീകരിപ്പാൻ എനിക്ക് ശക്തിയുള്ളതായതാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങളെ ചെയ്തു എന്നാണ് ആര് പറഞ്ഞത്? പരിശുദ്ധ അമ്മ പറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ ഈ നാമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ സഞ്ചരിക്കുന്ന ഈ പെരുന്നാളിൻ്റെ കാലഘട്ടത്തിൽ ശക്തനായവൻ എന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഒന്നും അനുദപിപ്പാൻ നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. നമ്മുടെ കുടുംബത്തെ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യണം, ഒന്ന് പുനർപ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, ഈ കാലഘട്ടത്തിൽ എത്രയോ പേര് മരിച്ചുപോയി അല്ലേ, എത്രയോ പേര് ഇല്ലായ്മപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങൾക്കൊരു ഫോൺ വന്നു. സന്ധ്യ നേരമായപ്പോഴാണ് ഫോൺ വന്നത്. അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ചെല്ലണം എന്ന് മാത്രം പറഞ്ഞു. ഉച്ചയ്ക്ക് ഉണ്ടിട്ട് കുഞ്ഞിനെ ഉറക്കാൻ കിടന്നതാണ്. കുഞ്ഞ് ഉണർന്നു കഴിഞ്ഞിട്ട് ഈ മോളെ വിളിച്ചു. അവൾക്ക് 31 വയസ്സേ ഉള്ളൂ. വിളിച്ചെങ്കിലും ഈ മോള് പിന്നെ ഉണർന്നിട്ടില്ല. കുഞ്ഞുണർന്നു, കുഞ്ഞിൻ്റെ അമ്മ ഉണർന്നില്ല. മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. കുഞ്ഞുണർന്നു, കുഞ്ഞിൻ്റെ അമ്മ ഉണർന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് ശ്വസിക്കുന്ന ശ്വാസം ദൈവത്തിൻ്റെ കൃപയല്ലേ. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ, അവർ അമേരിക്കയിലാണ്, എല്ലാ സുഖത്തോടും കൂടിയാണ്. കോവിഡ് മാറി, ICUവിൽ നിന്ന് ഇന്ന് മാറ്റും എന്ന് ഡോക്ടർ പറഞ്ഞാണ്. കോവിഡ് പൂർണ്ണമായിട്ടും നെഗറ്റീവായി. ICUവിൽ സിവിയറായിട്ട് വെൻറ്റിലേറ്ററിൽ കിടന്നപ്പോൾ പുള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഫുഡ് കോരിക്കൊടുത്തപ്പം ഒന്ന് വിക്കി, അത് ഇവിടെ ചോക്ക് ചെയ്തു, അന്നേരം തന്നെ മരിച്ചു. ഇതെല്ലാം ചെറുപ്പക്കാരാണ്. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളുമൊക്കെ ഛേദിച്ചു പോകുന്ന സ്ഥാനത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ തലമുറയെയും കാത്ത് സംരക്ഷിച്ച ദൈവത്തെ എങ്ങനെ സ്തുതിച്ചാൽ മതിയാവും? എങ്ങനെ സ്തുതിക്കണമെങ്കിലും കൃപ നമ്മുടെ ഉള്ളിൽ വേണം. കൃപയുണ്ടാകുമ്പോൾ മാത്രമാണ് 2 കൊരിന്ത്യർ പൗലോസ്ലീഹ പറയുന്നില്ലേ, ബലഹീനതയിൽ നിന്റെ കൃപ എനിക്ക് മതി. കാരണം എന്താണ്? സ്ലീഹ ആവർത്തിക്കുകയാണ് 12-ാം അധ്യായത്തിൽ, ബലഹീനതയിലും ഞാൻ ശക്തനാണ് എന്നാണ് പറയുന്നത്. ഏത് ബലഹീനതയിലും ഞാൻ ശക്തനായതിനാൽ നിന്റെ കൃപ, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം. കാരണം ദൂതൻ പൗലോസിനോട് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി, ദൈവത്തിൻ്റെ ശക്തി ബലഹീനതയുള്ളവരുണ്ടാവും നമ്മുടെ കൂടെ. ബലഹീനതയോടുകൂടി നമ്മുടെ കുടുംബത്തിലുള്ളവരെ ചേർത്ത് നിർത്താൻ, ബലഹീനതയോട് കൂടെ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു കഥാപാത്രമുണ്ട്. ആരാണ്? 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിൽ നമുക്ക് പരിചയമായ കഥാപാത്രം ആരാണ്? സ്ത്രീകൾക്കെല്ലാം അറിയാവുന്നയാളാണ്. ആരാണ്? അബിഗേലാണ് 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായം. അബിഗേലിനെ കുറിച്ച് പറയുകയാണ്, അബിഗേൽ വിവേകമതിയും സുന്ദരിയുമായിരുന്നു. എന്നാൽ അബിഗേലിൻ്റെ ഭർത്താവായ നാബാലോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. നാബാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബോഷ്ക് എന്നാണ്. ഇവിടെ 25-ാം അധ്യായത്തിൽ കാണുന്നത് വലിയൊരു വിരുന്ന് നടക്കാൻ പോവാണ് അവരുടെ വീട്ടിൽ. ആടിൻ്റെ രോമം കത്രിക്കുന്ന വിരുന്ന് നടക്കുകയാണ്. ദൂരെ നിന്ന് എല്ലാവരെയും വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് എല്ലാവരും വിരുന്നിന് വന്നു. ഇവിടെ ആടിനെ കത്രിക്കുന്ന വിരുന്നുണ്ട് എന്നറിഞ്ഞ് ദാവീദിൻ്റെ ഇടയന്മാരും അങ്ങോട്ട് വരികയാണ്. ദാവീദിൻ്റെ ഇടയന്മാർ അങ്ങോട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ നാബാൽ പരിഹസിച്ചു. നാബാൽ ചോദിച്ചു, ദാവീദ് ആരാണ്? ഈശായിയുടെ പുത്രൻ ആരാണ്? നിനക്കൊക്കെ ഇവിടെ എന്താണ് കാര്യം? പെട്ടെന്ന് തന്നെ ദാസന്മാർ നാബാലിൻ്റെ ഭാര്യയായ അബിഗേലിനോട് പറഞ്ഞു, നമ്മുടെ ഇടയന്മാർ അവരുടെ പ്രദേശത്തായിരുന്നപ്പോൾ നമ്മെ സംരക്ഷിച്ചത് അവരായിരുന്നു. ഈ വാർത്ത ദാവീദ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുലത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദാവീദ് ശക്തനാണ്. ദാവീദിന്
അതിനുള്ള ശക്തിയുണ്ട്. ഇത് മനസ്സിലാക്കിയ അബിഗേല് പെട്ടെന്ന് തൻ്റെ ഭർത്താവായ നാബാലിനെ ഒന്നും അറിയിക്കാതെ അവൾ കഴുത പുറത്ത് കയറി മലയുടെ മറവിലേക്ക് പോകുകയാണ്. അവൾ പോയതോ അപ്പവും അടയും മുന്തിരിക്കൊലയും വീഞ്ഞും എല്ലാമായിട്ടാണ് പോകുന്നത്. ഇവിടെ നാബാൽ പോകുമ്പോൾ കാണുന്നത് ദാവീദ് പടയുമായിട്ട് ഇങ്ങോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ദാവീദിൻ്റെ കാൽക്കലേക്ക് വീണിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ തെറ്റിനെ ക്ഷമിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ കുറവിനെ ക്ഷമിക്കണം. ദാവീദ് പറഞ്ഞു, ഇല്ല, സാധ്യമല്ല. എൻ്റെ ആളുകളെ അപമാനിച്ചതിന് ഞാൻ പകരം ചോദിക്കും. ഞാൻ നിൻ്റെ കുലത്തെ മുഴുവൻ മുടിച്ച് ഇല്ലാതെയാക്കിക്കളയും. വീണ്ടും കാഴ്ചകൾ മുഴുവൻ അബിഗേൽ സമർപ്പിച്ചിട്ട് ദാവീദിൻ്റെ കാലിൽ വീഴുകയാണ്. ദാവീദിൻ്റെ കാലിൽ വീണ അബിഗേലിൻ്റെ സാമർഥ്യം കണ്ടിട്ട് ദാവീദ് പറയുകയാണ്, അല്ലയോ യുവതി, നിന്റെ വിവേകം സ്തുത്യം, നിന്റെ വിവേകം സ്തുത്യം. എഴുന്നേൽക്കുക, നീ മടങ്ങിപ്പോകുക, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. അബിഗേൽ തിരികെ ചെന്നപ്പോൾ ഉന്മത്തനായി കിടക്കുന്ന എൻ്റെ ഭർത്താവിനെയാണ് കണ്ടത്. അന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ലാത്തതിനാൽ പിറ്റേ ദിവസം പറഞ്ഞു. നാബാൽ പെട്ടെന്ന് ഭയന്നുപോയി. കാരണം തലേ ദിവസം ദാവീദ് വന്നിരുന്നെങ്കിൽ എല്ലാവരും കുടിച്ച് ഉന്മത്തരായിട്ട് കിടക്കുകയാണ്, പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ യഹോവ നാബാലിനെ സന്ദർശിച്ചു. നാബാൽ മരണപ്പെട്ടു. അബിഗേലിന് എന്ന ബുദ്ധിമതിയെ കണ്ട ദാവീദ് രാജാവ് ആളെ അയച്ച് ദാവീദിൻ്റെ രാജ്ഞിയാകാൻ ക്ഷണിക്കുകയും അബിഗേൽ ദാവീദിൻ്റെ രാജ്ഞിയാകുകയും പത്നിയാകുകയും ചെയ്തു. പ്രിയമുള്ള അമ്മമാരെ, ഈ കഥ ഇവിടെ പറയാനുള്ള കാര്യം, അല്ലെങ്കിൽ വേദപുസ്തകം ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വീട്ടിൽ ബലഹീനതയുള്ളവരുണ്ടാകാം, കുറവുകളുള്ളവരുണ്ടാകാം, അവരുടെ കൈകളിൽ നിന്ന് വീഴ്ചകൾ ഉണ്ടാകാം. എപ്പോഴും നമ്മൾ പറയുന്നൊരു ചോദ്യമുണ്ട്, എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവളാണ് ആര്? ഭാര്യ, അമ്മ, ഇല്ലേ? അപ്പനെയും പ്രീതിപ്പെടുത്തണം, മക്കളെ പ്രീതിപ്പെടുത്തണം, അതിനിടയ്ക്ക് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടെങ്കിൽ അവരെയും പ്രീതിപ്പെടുത്തണം, എന്തിന് മരുമക്കളെയും പ്രീതിപ്പെടുത്തണം. സർവത്ര പ്രീതി. പണ്ടൊക്കെ മരുമക്കൾ വന്നു കഴിയുമ്പോൾ മറ്റേ പഴയ അമ്മച്ചിയുടെ കസേരയിലോട്ട് കയറി ഇരിക്കാമായിരുന്നു. ഇന്ന് ആ കസേരയൊക്കെ കുഷ്യനൊക്കെ ഇട്ടു. കാരണം ഇനി ആ കസേര കാണുമ്പോൾ ഇരിക്കാൻ തോന്നിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താണ്, നമ്മളെല്ലാവരുടെയും ഇടയ്ക്ക് നിൽക്കേണ്ടവരാണ്. ഇവിടെയാണ് അബിഗേൽ നമുക്ക് മാതൃകയാകുന്നത്. ഇവിടെ ദൂതൻ വന്നിട്ട് അബിഗേലിനോട് പറയുകയാണ്, നിന്റെ ഭർത്താവ് ചെയ്തത് തെറ്റ്. നമ്മുടെ കൂടെയുള്ളവർ ചെയ്ത തെറ്റുകളെ നമുക്കറിയാം, കൂടെയുള്ളവരുള്ള നമ്മുടെ ഭവനത്തിൻ്റെ കുറവുകളെ നമുക്കറിയാം, നമ്മുടെ മക്കളുടെ ബലഹീനത നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരുടെ ബലഹീനത, നമ്മുടെ സഹോദരൻ്റെ ബലഹീനത, നമ്മുടെ മാതാപിതാക്കളുടെ ബലഹീനത, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ബലഹീനത നമുക്കറിയാം. അത് പറഞ്ഞ് കൂടുതൽ വികൃതമാക്കുകയല്ല അബിഗേൽ ചെയ്തത്. അബിഗേൽ ആരോടും മിണ്ടാതെ വേണ്ടതെല്ലാം കരുതി രാജാവിനെ കാണാൻ ചെന്നതുപോലെ, പ്രിയമുള്ളവരെ, വേണ്ടതെല്ലാം ദൈവസന്നിധിയിൽ കരുതി കണ്ണുനീരുകൊണ്ട് അവയെല്ലാം കഴുകി ഭാണ്ഡങ്ങളാക്കി ദാവീദിൻ്റെ അടുക്കൽ അബിഗേൽ ചെന്നതുപോലെ സ്വർഗീയ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഓരോ സ്ത്രീയെയും നോക്കിയിട്ട് സ്വർഗം സാക്ഷിക്കുന്നത്, നീ വിവേകമതിയാണ്, നിന്റെ വിവേകം സ്തുത്യം, നീയാണ് ഈ ഭവനത്തിൻ്റെ താക്കോൽ പിടിച്ചിരിക്കുന്നത്. അച്ഛനെ ഓർമ്മിപ്പിച്ചില്ലേ, അവിടെ കൽക്കട്ടയിൽ സ്ത്രീകൾ എന്ത് ചെയ്യുമായിരുന്നു? താക്കോൽ സാരിയുടെ കെട്ടിയിടുമായിരുന്നു, അല്ലേ? അതുപോലെ ഇങ്ങനെയൊരു താക്കോൽ നമ്മുടെ എല്ലാം കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു താക്കോല് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ കൂടെ ബലഹീനതയുള്ളവർ കാണും. ഇവിടെ അബിഗേൽ സമ്മതിക്കുന്നുണ്ട്, രാജാവേ, എൻ്റെ ഭർത്താവ് ഭോഷ്കനാണെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. നമ്മുടെ ഭർത്താവിൻ്റെ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കുറവുകളെ മറച്ചു വെക്കാനല്ല, മറിച്ചു ദൈവസന്നിധിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാനും അവർക്ക് UST ഗ്ലോബലിൽ തന്നെ ജോലി കിട്ടുക മാത്രമല്ല ഒരമ്മയുടെ ലക്ഷ്യം. ഒരമ്മയുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ മക്കളുടെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ലക്ഷ്യം. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ഈ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയെപ്പോലെ ആയിത്തീരാൻ. അല്ലെങ്കിൽ അടുത്ത വർഷം പെരുന്നാളുണ്ടെങ്കിൽ വീണ്ടും പെരുന്നാൾ ആഘോഷിക്കാം, നേർച്ച പായസം ഉണ്ടെങ്കിൽ വീണ്ടും മേടിക്കാം, വീട്ടിൽ പോയിരുന്ന് അത് ഷെയർ ചെയ്ത് കഴിക്കാം, വീണ്ടും അടുത്ത പെരുന്നാളിന് വരാം, പരിശുദ്ധ അമ്മയുടെ പായസം അവസാനം നേർച്ച വാങ്ങാം, തിരിച്ചു പോകാം. എന്നാൽ പരിശുദ്ധ അമ്മ വളരെ സിമ്പിളായ കാര്യമാണ് നമ്മളോട് പറയുന്നത്. ഒന്ന്, ദൈവസന്നിധിയിൽ സ്വയം ദാസരായി സമർപ്പിക്കാം, ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാവാം, ബന്ധപ്പെട്ട് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു ധൈര്യം
ഒരമ്മയ്ക്കുണ്ടാവണം. പരിശുദ്ധ അമ്മ രണ്ടാമതായിട്ട് പറയാണ്, സ്ത്രീകൾ സാമർഥ്യമുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ സാമർഥ്യത്തോടെ കടന്നു ചെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മാറ്റാനല്ല, എനിക്കത് ഇപ്പം വേണം കർത്താവേ അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുന്ന സാമർഥ്യമുള്ള ദൈവ മകളായി തീരുവാൻ ഒരാൾക്ക് സാധിക്കണം. ഏത് അവസ്ഥയിലും പൊരുത്തപ്പെടുന്ന നല്ല ഭാര്യയാവാൻ നമുക്ക് സാധിക്കണം. ഏതവസ്ഥയിലും പൊരുത്തപ്പെട്ട് മക്കൾക്ക് ധൈര്യം കൊടുക്കുന്ന കർത്താവുണ്ട് മക്കളെ നമുക്ക് എന്ന് പറയുന്ന നല്ല അമ്മയാകാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ പത്രമായതുപോലെ ഈ നമ്മുടെ ഭവനത്തിൽ സ്വയം ദൈവത്തിൻ്റെ പത്രമായിട്ട് നമ്മെ തന്നെ സൂക്ഷിക്കണം. ബലഹീനർ നമ്മുടെ കൂടെ കാണും, കുറവുള്ളവർ നമ്മുടെ കൂടെ കാണും, കുറ്റമുള്ളവർ നമ്മുടെ കൂടെ കാണും. അവയെല്ലാം ദൈവസന്നിധിയിൽ ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ എൻ്റെ ഭവനത്തിൽ ഇറങ്ങണമേ, എൻ്റെ മക്കളിൽ ഇറങ്ങണമേ, ഞങ്ങളുടെ തലമുറകളിൽ ഇറങ്ങണമേ, ലോകത്തിൽ ഇറങ്ങണമേ, സഭയിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അച്ഛൻ ഓർമ്മിപ്പിച്ച തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങളിവിടെ ചാർജ് എടുത്തപ്പോൾ ഏറ്റവും ആദ്യം ആരാ കൂടിയത്? അതാണ് നമ്മുടെ സ്ത്രീകളുടെ ഒരു എരിവ് അല്ലേ? സ്ത്രീകളുടെ ഒരു എരിവ് പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടമായിട്ട് വരും. ഇപ്പോൾ ഒരു ഗ്ലോബൽ മീറ്റ് വെച്ചാൽ 3 മാസ്ക് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 3 മാസ്കും വെച്ച് നമ്മൾ ഉള്ളൂർ വേണമെങ്കിൽ ഉള്ളൂർ പോകും, ബാംഗ്ലൂർ വേണമെങ്കിൽ. അതാണ് ഒരു സ്ത്രീയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ശക്തരാണെന്ന പൂർണ്ണ വിശ്വാസം ആയതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം, നമ്മുടെ തലമുറകളിൽ മേൽ വരുവാൻ. നമുക്ക് ഈ ഭൂമിയേക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഭവനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.